നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി തിരൂർ MES സ്കൂളിൽ ഇഫ്താർ സംഗമം നടത്തി. തിരൂർ MES സെൻട്രൽ സ്കൂൾ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം വിവിധ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ശ്രദ്ധേയമായി. തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനികര ഉദ്ഘാടനം ചെയ്തു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ഇഫ്താർ മീറ്റിന് അധ്യക്ഷം വഹിക്കുന്നത് സ്കൂളിന്റെ ബഹുമാന്യനായ സെക്രട്ടറി മിസ്റ്റർ PA സലാം ലില്ലീസ് അവറുകളാണ്. ആദ്യമായി ഞാൻ അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സർ. തിരൂരിന്റെ സബ് കളക്ടർ ശ്രീ ദിലീപ് K. കൈനിക്കര IAS അവറുകളാണ്. അദ്ദേഹം നമ്മളെപ്പോഴൊക്കെ അദ്ദേഹത്തിനെ ഈ സ്കൂളിലെ വിവിധ പരിപാടികൾക്ക് ക്ഷണിച്ചിട്ടുണ്ടോ, അദ്ദേഹം വളരെ സ്നേഹത്തോടെ നമ്മളെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എല്ലാ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഏറെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സർ. എല്ലാ വർഷവും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ സംഗമം നടത്താറുണ്ട്. നമുക്കറിയാം, ഇഫ്താർ എന്ന് പറയുമ്പോൾ വളരെ ബൃഹത്തായ മഹത്തായ സന്ദേശങ്ങളാണ് നമുക്ക് ഈ റംസാൻ നൽകുന്നത്. റംസാനിലൂടെ നമ്മളെല്ലാം വിശപ്പ് ദാഹമൊക്കെ സഹിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത നിരവധി പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ വിശപ്പ് എന്താണെന്ന് നമ്മൾ ഈ റംസാനിലൂടെ മനസ്സിലാക്കുകയാണ്. എല്ലാ മതവിഭാഗങ്ങളും വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. പല രൂപത്തിലും പല ഭാവത്തിലാണെങ്കിലും ഈ വ്രതത്തിൻ്റെയൊക്കെ ഉദ്ദേശം മനുഷ്യനെ ശാക്തീകരിക്കുക, മനുഷ്യനെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി ദൈവപ്രീതി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വ്രതം എന്ന് പറയുന്നത് ആത്മവിശുദ്ധി നേടുന്നതോടൊപ്പം പാവപ്പെട്ടവരെ സഹായിക്കാനും ഈ സമൂഹത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും ഏറ്റവും കൂടുതൽ നമ്മളെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാക്കുന്നത് ഈ റംസാൻ മാസത്തിലാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇന്ന് ലോകത്ത് നമ്മളെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യ, GCC, മിഡിൽ ഈസ്റ്റ് പോലുള്ള കൺട്രീസിൽ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ റംസാൻ മാസത്തിൽ നമുക്കറിയാം, അവസാനത്തെ 10-ലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നമ്മളൊക്കെ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം കൂടുതൽ സ്വീകരിക്കുന്ന മാസമാണ്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി അവിടുത്തെ അശാന്തിയൊക്കെ മാറി സാധാരണ ജീവിതത്തിലേക്ക് ആ രാജ്യങ്ങളൊക്കെ എത്തിപ്പെടാൻ വേണ്ടി നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നിങ്ങളോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി MES എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലാത്ത സംഗതിയാണ്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളിൽ നമ്മൾ നോക്കിയാൽ മലപ്പുറത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, നമ്മുടെ തിരൂരൊക്കെ ഉൾപ്പെടുന്ന കടലോര മേഖലയുടെ ചരിത്രം നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും, വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കമായ ഒരു അവസ്ഥയിൽ നിന്നും വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങളുമുണ്ട്, 2-3 പതിറ്റാണ്ടുകൾ കൊണ്ട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു ജില്ലയോട് കിടപിടിക്കുന്ന രീതിയിൽ, ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഏതൊരു മേഖലയിലും, ഉപരിപഠന മേഖലയിലാകട്ടെ, കായിക സാംസ്കാരിക മേഖലകളിലാകട്ടെ, നേതൃഗുണമുള്ള നേതൃപാഠവത്തിലാകട്ടെ, അതിലൊക്കെയും നമ്മുടെ വിദ്യാർത്ഥികൾ നിസ്സംശയം മുന്നോട്ട് വരുന്നുണ്ട്, വലിയ ഉയരങ്ങളിൽ എത്തുന്നുണ്ട്, നമ്മുടെ അഭിമാനങ്ങളായിട്ട് മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു പിന്നിൽ തീർച്ചയായിട്ടും ഈ പതിറ്റാണ്ടുകളിലൊക്കെയും സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, മെഡിക്കൽ കോളേജുകളാകട്ടെ, അങ്ങനെ വിവിധ മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് മാതൃകാപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വഴി MES വഹിച്ചിട്ടുള്ള വലിയ സുത്യർഹമായ പങ്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു റമദാൻ മാസത്തിന്റെ സന്ദേശവുമായിട്ടും വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ആശയമാണത്. നമുക്കറിയാം, നോമ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സമൂഹത്തെയും ഒക്കെ ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രാർത്ഥനയിലൂടെ, വ്രതത്തിലൂടെ, പുണ്യപ്രവൃത്തികളിലൂടെയൊക്കെയും അല്ലെ, നമ്മൾ സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ എംപതൈസ് ചെയ്യുന്ന, ഐക്യദാർഢ്യപ്പെടുന്ന, എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ, എല്ലാവരെയും നമ്മുടെ സഹോദരങ്ങളായിട്ട് കണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു റമദാൻ മാസം എന്നുള്ളത്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള പുണ്യപ്രവൃത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി തന്നെയാണ് നിങ്ങളുടെ സഹോദരനെ, നിങ്ങളുടെ വിദ്യാർത്ഥികളെ, അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവർക്ക് ആശയങ്ങൾ നൽകുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക, ഏറ്റവും വലിയ ഉയരങ്ങൾ കൈപിടിക്കാൻ സാധിക്കുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു MES സൊസൈറ്റിക്ക് ഈ ഇഫ്താർ സംഗമവേളയിൽ നമ്മളൊന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും
പരസ്പരം ഭേദങ്ങളില്ലാതെ, ഭിന്നതകളില്ലാതെ, വ്യത്യാസങ്ങളില്ലാതെ, മതിലുകളില്ലാതെ നമുക്ക് കൂടിയിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ നന്മയാണ്. ആ ഒരു സുഹൃതം മുന്നോട്ട് വെക്കുന്ന MESന്റെ അധികാരികളോട് എല്ലാവിധ സ്നേഹവും അഭിനന്ദനങ്ങളും ഞാൻ പങ്കുവെക്കുന്നു. കേവലം 30 കുട്ടികളെ വെച്ച് 1989 ആരംഭിച്ച ഒരു ചെറിയ കലാലയം ഇന്ന് തിരൂരിൻ്റെയും തിരൂർ താലൂക്കിൻ്റെയും ഒക്കെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന 3300 കുട്ടികളെ പഠിപ്പിക്കുന്നൊരു വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി മാറിയതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ചില ഇച്ഛാശക്തികളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മനസ്സും ശരീരവും സ്വന്തം വാക്കും പ്രവൃത്തിയും വിമലീകരിക്കാത്ത ഒരാളുടെ നോമ്പ്, അയാളുടെ പട്ടിണി ദൈവത്തിന് ആവശ്യമില്ല എന്നും, നല്ല സംസാരങ്ങളും നല്ല പ്രവൃത്തിയും ഒരാൾക്ക് സ്വായത്തമാക്കാൻ ഈ പരിശീലനത്തിലൂടെ ലഭിക്കുന്നില്ലെങ്കിൽ കേവലം അയാളുടെ നിരാഹാരം കൊണ്ട് ദൈവം ഒന്നും ഇച്ഛിക്കുന്നില്ല എന്നുള്ള ആ ഒരു സന്ദേശമാണ് നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പരസ്പരം മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റുന്ന, മനുഷ്യർക്കിടയിൽ ഇന്ന് കടന്നുകൂടിയിട്ടുള്ള എന്തെല്ലാം അനാരോഗ്യകരമായ പ്രവണതകളുണ്ടോ അതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന, അതിനെയെല്ലാം വലിച്ചെറിയാൻ കഴിയുന്ന ഒരു നല്ല നാളുകളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പരിശുദ്ധ റമദാനിൻ്റെ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയണമെന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ കരിനിഴൽ നമ്മുടെ അടുക്കളയിലും വന്നു പതിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. യുദ്ധമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ ഗ്യാസ് തീരുമോ ഇല്ലയോ എന്ന ഒരു ആശങ്ക മാത്രമായി പരിണമിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് നമ്മുടെ വിറകടുപ്പിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്ന ചെറിയൊരു പ്രതിസന്ധി മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം. വർഷങ്ങളായി പട്ടിണി കിടക്കുന്ന മനുഷ്യരെക്കുറിച്ച്, വർഷങ്ങളായി കൊന്നെടുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച്, ജനിച്ചു വീഴുന്നത് തന്നെ പോർക്കളത്തിലേക്ക് എന്ന് പറഞ്ഞ രൂപത്തിൽ പിറന്നു വീഴുന്ന മക്കളെക്കുറിച്ച്, വൃദ്ധരെക്കുറിച്ച്, നിരപരാധരെക്കുറിച്ച് ഒക്കെ ഓർത്തു വെക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊരു കെട്ടുകഥയല്ല. ഇത് നമുക്കിങ്ങനെ നമ്മുടെ ടെലിവിഷൻ ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു തന്ത്രമല്ല. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് റീച്ചും ലൈക്കും ഒക്കെ വാരിക്കൂട്ടാനുള്ള ഒരു സന്ദർഭമല്ല. യുദ്ധമെന്ന് പറയുന്നത് മാനവികതയുടെ അന്ത്യമാണ്, മനുഷ്യൻ്റെ അന്ത്യമാണ്. എല്ലാവരിലും ദൈവത്തിൻ്റെ നന്മ ചൊരിയട്ടെ. തിരൂർ MES സെൻട്രൽ സ്കൂൾ നടത്തുന്ന ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മൾ ഇഫ്താർ സംഗമം നടത്തുമ്പോൾ നമ്മൾ സന്തോഷിക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം നമുക്കൊക്കെ ദുഃഖകരമാണ്. ഈ സന്ദേശത്തിൽ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ MESഉം തിരൂർ MES സെൻട്രൽ സ്കൂളും ചെയ്യുന്ന സംഭാവനകൾ എക്കാലത്തും ഏവർക്കും മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കൂൾ സെക്രട്ടറി സലാം പി ലിലീസ് അധ്യക്ഷത വഹിച്ചു. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം ലോക ജനതയുടെ സമാധാനത്തിന് ഭീഷണിയാണെന്നും ഇഫ്താർ സംഗമം പോലെയുള്ള പരിപാടികൾ വിവിധ വിഭാഗങ്ങളുടെ ഐക്യവും പരസ്പര സ്നേഹവും ഊട്ടിയുറപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ പ്രിൻസിപ്പൽ VP മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ സാബിർ നവാസ്, ഡയറക്ടർ അക്കാദമി ഓഫ് എക്സലൻസ്, ഇഫ്താർ സന്ദേശം നൽകി. വിശുദ്ധ റംളാൻ മാസം നമ്മെ സഹനവും കരുണയും സഹോദരത്വവും പഠിപ്പിക്കുന്ന പരിശുദ്ധ കാലഘട്ടമാണ്. ഉപവാസത്തിലൂടെ ആത്മനിയന്ത്രണവും ദൈവഭക്തിയും വളർത്തുന്നതിനൊപ്പം സമൂഹത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും ശക്തിപ്പെടുത്താൻ ഇഫ്താർ സംഗമങ്ങൾ സഹായിക്കുന്നുവെന്ന് ഇഫ്താർ സന്ദേശത്തിൽ സൂചിപ്പിച്ചു. A. മൊയ്തീൻകുട്ടി മുഖ്യാതിഥിയെ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ ട്രഷറർ K. അബ്ദുൽ ജലീൽ കൈനിക്കര, വൈസ് ചെയർമാൻ PA റഷീദ്, ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ, MES തിരൂർ താലൂക്ക് പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ, കള്ളിയത്ത് അൻവർ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ബാബ, മുനിസിപ്പൽ കൌൺസിലർ ബാബു, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ, അധ്യാപകർ, അനധ്യാപകർ, പരിസരവാസികൾ ഉൾപ്പെടെ 600-ലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഹെഡ്മാസ്റ്റർ മുബീബ് റഹ്മാൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.